അല്ല, നിങ്ങൾ ആദ്യം ചോദിച്ചത് ഉടുമ്പൻചോല ഒരു ഇടതു കോട്ട എന്നുള്ളതാണ്. അതൊരിക്കലും ശരിയല്ല. കാരണം ഉടുമ്പൻചോലയിൽ 87 മുതൽ 2001 വരെ UDFൻ്റെ MLA മാർ മാത്രം ജയിച്ചത്. 2001-ലുണ്ടായ ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം, ഞാനതൊരു വിമർശനത്തിലേക്ക് പറയുകയല്ല, അതിനുശേഷമുണ്ടായ ചില പ്രത്യേക രാഷ്ട്രീയ കാരണങ്ങളാലാണ് ഉടുമ്പൻചോല ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഡീൻ കുര്യാക്കോസിൻ്റെ 2 തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങൾ ഏതാണ്ട് 3000-ഓളം വോട്ടുകൾ ഉടുമ്പൻചോല അസംബ്ലി നിയോജകമണ്ഡലത്തിൽ ഭൂരിപക്ഷം നേടിയതാണ്. പക്ഷേ ഇടതു കോട്ട എന്നുള്ളൊരു വിശേഷണം ഒരിക്കലും ഉടുമ്പൻചോലയ്ക്ക് ചേർന്നതല്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം 38,305 വോട്ടിന് CM മണി വിജയിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ വിജയിക്കുമ്പോൾ എന്താ പറയുക, CPM ഒഴിച്ചുള്ള ആളുകളും അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. ഇപ്പം ഞാൻ ഈ 9 റൗണ്ട് നിൽക്കുമ്പോൾ 12,000 വോട്ടിലാണ് ഞാൻ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് അപ്പുറത്തുനിന്ന് വോട്ടുകൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഉടുമ്പൻചോല അസംബ്ലി നിയോജകമണ്ഡലം ഒരിക്കലും ഒരു ഇടതു കോട്ട എന്ന് പറയാനൊക്കത്തില്ല. അത് UDFനും വലിയ വേരോട്ടമുള്ളതാണ്. 10 പഞ്ചായത്തുകളിൽ 5 ഇപ്പോൾ +6 ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ വലിയ ഭൂരിപക്ഷം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിലെ പ്രത്യേകത, ഉടുമ്പൻചോല എന്ന ഒരു പഞ്ചായത്ത് ഒഴിച്ച് ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും രാജാക്കാട് CPMൻ്റെ കോട്ടയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പഞ്ചായത്ത് ഉൾപ്പെടെ എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങൾ വ്യക്തമായ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനതിന് ഉടുമ്പൻചോലയിലെ ജനങ്ങളോട് നന്ദി പറയുന്നു. രാഷ്ട്രീയത്തിനതീതമായി ഞങ്ങൾ ആ മണ്ഡലത്തിൽ ഉയർത്തിയ DC പ്രസിഡന്റ് പറഞ്ഞ പോലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അതുപോലെ തന്നെ വന്യജീവി ആക്രമണങ്ങൾ പരിഹരിക്കാനൊക്കെ ഇപ്പോൾ DC പ്രസിഡന്റ് നേതൃത്വത്തിൽ ഞങ്ങൾ 28 ദിവസക്കാലം പൂപ്പാറയിൽ നിരാഹാര സമരം, അദ്ദേഹമല്ല പാർട്ടി നേതാക്കന്മാർ നിരാഹാരം, അതിന് നേതൃത്വം കൊടുത്തയാളാണ്. അപ്പം ഞങ്ങൾ ഉയർത്തിയ എല്ലാ വിഷയങ്ങളും ഉടുമ്പൻചോല അസംബ്ലി നിയോജകമണ്ഡലത്തിലെ പൊതുസമൂഹം രാഷ്ട്രീയത്തിനതീതമായി ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഞങ്ങൾ ആ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം അത് പൂർണ്ണമായും നിർവഹിക്കും എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ ഉറപ്പ് നൽകാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞങ്ങൾക്ക് വോട്ട് നൽകിയ, ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് നൽകിയ ഉടുമ്പൻചോലയിലെ എല്ലാ ജനവിഭാഗങ്ങളോടുമുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരും എന്ന വാഗ്ദാനം ഞങ്ങൾ അവർക്ക് നൽകുകയാണ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിങ്കിരി 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 പട്ടാളം. ഇത് നമ്മുടെ നിർഗുണം ചേട്ടനല്ലേ? നിർഗുണം ചേട്ടാ, നിർഗുണം ചേട്ടോ, ചേട്ടോ, ചേട്ടാ, ഇയാള് തന്നെ മിണ്ടാത്ത ചേട്ടോ, ചേട്ടോ. യോ, ഇനി ചത്തു കുത്തിയിരിക്കുന്നത് വല്ലതും ആണോ? ദൈവമേ, യോ. പേടിപ്പിച്ച് കളഞ്ഞിലാണോ നോത്തെ? എന്നെ കോപ്പിലെ പരിപാടി കാണിച്ച് ചേട്ടൻ എന്നെ കാണിക്കുമായിരുന്നു. വിളിച്ചിട്ടാണെങ്കിൽ കേട്ടതുമില്ല. കണ്ണെന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിമ്മിയാല് മീനെ കിട്ടിയാല. എന്നിട്ട് ചേട്ടൻ ഒരു കണഞ്ഞോനെങ്കിലും കിട്ടിയോ? എന്റെ പൊന്നു നിർഗുണം ചേട്ടാ, നിങ്ങൾ ഈ വെയിലും കൊണ്ട് ഇവിടെ നട്ടുകുത്തിയിരിക്കുന്നത് പോലെ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ആ ഹൈറേഞ്ച് വിലാസിലോട്ട് ചെല്ലു. അവിടെയാണെങ്കിൽ രാവിലെ വള്ളക്കാരുടെ നിന്ന് മേടിക്കുന്ന മീനെ ഉച്ചയ്ക്ക് തീമേശല, പിന്നെ കിടിലം വൈബും. എന്നാ വാടാനത്തെ നമുക്ക് ഹൈറേഞ്ച് വില്ലാസിലേക്ക് പോകാം.